السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയും അതിലുപരി വലിയൊരു കൃത്യനിർവഹണത്തിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയുമെല്ലാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒറ്റപ്പാലം മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ ചുരങ്ങാട് ശാഖയുടെ നേതൃത്വത്തിൽ മുരിക്കുംപറ്റ പോലെയുള്ളൊരു പ്രദേശത്ത് ഇത്തരമൊരു തസ്ഫിയ ആദർശ സംഗമം നടക്കുമ്പോൾ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ തുടരെ നടക്കുന്ന ദഅവാ പ്രവർത്തനങ്ങളുടെ ആവേശത്തോടു കൂടി അതിലുപരി നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരമുള്ള സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, തസ്ഫിയ ആദർശ സംഗമം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നത് ഈ മുരിക്കുംപറ്റ പ്രദേശത്ത് എത്തി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ തസ്ഫിയ ആദർശ സംഗമം ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുന്ന ഒരു സാഹചര്യമല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്കിപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒരുപക്ഷെ നമ്മുടെ എല്ലാം വീടകങ്ങളടക്കം എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ കോവിഡ് കാലത്ത് എഴുതി വെച്ചിട്ടുള്ള അകലം പാലിക്കുക, നിങ്ങൾ കൈകൾ സാനിറ്റൈസർ വെച്ച് കഴുകുക എന്നുള്ള വാർത്തയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, എത്ര പെട്ടെന്നാണ് നമ്മളെല്ലാവരും മാറിയത്. ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ലോക്ക്ഡൗൺ ആയി, ഹോട്ട്സ്പോട്ടുകളായി, എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും എല്ലാം അങ്ങനെ കാത്തിരുന്ന നമ്മൾ വീടകത്ത് നിന്നൊന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിച്ച് ഫ്ലൈറ്റുകൾ മിസ്സായി പ്രവാസ ലോകത്ത് കുടുങ്ങിപ്പോയ ആളുകൾ, പലരുടെയും ജോലികൾ നഷ്ടപ്പെട്ട് ബിസിനസ്സുകളും എല്ലാം തകർന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ചർച്ചകളൊക്കെ മാറി. നമ്മളിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ഞാനിങ്ങനെ 4 വർഷം മുൻപത്തേക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ 2021-20 കാലഘട്ടത്തിലെ ആ 1ാം ലോക്ക്ഡൗൺ കാലത്ത് ലോകത്തിങ്ങനെ വളരെ വ്യാപകമായി ഈ ഒരു പകർച്ചവ്യാധി ഇങ്ങനെ പിടിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തപ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ, റബ്ബേ, ഇത് ഖിയാമത്തിൻ്റെ അടയാളാണോ? ഇതൊക്കെ ഒരു ലോകാവസാനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയല്ലേ, ഇനിയൊരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ച സമയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളതൊക്കെ മറന്ന് നമ്മൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പൂർവാധികം ശക്തിയോടുകൂടി തിന്മയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ദുഷ്ടശക്തികളുടെ എല്ലാം ആധിക്യം നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്തരം ഒരു പ്രദേശത്ത് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. മുരിക്കുംപറ്റ പ്രദേശത്തെ ഒരു മനുഷ്യന് ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പ്രത്യേകിച്ചൊരു മാധ്യമങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയൊക്കെ കൊല്ലപ്പെട്ട കാര്യങ്ങൾ 5, 6, 7 ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ അറിഞ്ഞ ഒരു കാലം ഒരുപാട് മുൻപൊന്നുമല്ല, ഒരു 50 വർഷങ്ങൾക്ക് മുൻപാണ്. റേഡിയോയിലൂടെയും ടെലിവിഷനുകളിലൂടെയും എല്ലാം വാർത്തകൾ വളരെ വൈകി അറിഞ്ഞിരുന്നൊരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ലോകത്ത് ന്യൂയോർക്കിലോ പാരീസിലോ ലണ്ടനിലോ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട്, പലപ്പോഴും പ്രവാസ ലോകത്ത് നമ്മൾ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കാര്യം പോലും നമ്മളെക്കാൾ വേഗത്തിൽ പ്രവാസികൾക്ക് നമ്മുടെ അടുത്ത് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വാർത്തകളുടെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഈ വാർത്തകളും സംഭാഷണങ്ങളും സംവേദനങ്ങളും യാത്രകളും എല്ലാം വേഗത വർദ്ധിച്ചതോടു കൂടി തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ലോകത്ത് സംസ്കാരങ്ങളുടെയും ആചാരങ്ങളുടെയും മതങ്ങളുടെയും എല്ലാം മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറി. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് താരതമ്യ മതപഠനങ്ങളും മറ്റ് മതങ്ങളുമായുള്ള നിരന്തരമായ സംവാദങ്ങളും എല്ലാം നടന്നിടത്തു നിന്ന് ഇന്നൊരു പക്ഷേ അത്തരമെല്ലാമുള്ള സംവാദങ്ങൾ നമുക്ക് ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. പലപ്പോഴും അങ്ങനെയുള്ള സംഭാഷണങ്ങളിലേക്കോ മതപരമായ ഒരു ഐഡന്റിറ്റി പ്രകടിപ്പിക്കാനൊക്കെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഒരു എയർപോർട്ടിലേക്ക് താടി വെച്ച് പോകാൻ, ഒരു ക്യാമ്പസിലേക്ക് ഹിജാബ് ധരിച്ചു പോകാൻ, നമ്മളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന നിലക്ക്
ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ അറിയാതെയെങ്കിലും മനസ്സിലൊക്കെ ഒരു ഭയം വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെല്ലാം മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പുതിയൊരു കാലത്ത് നമ്മളെ എല്ലാം വളരെ വേഗത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തിന്റെ വിഷയമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കിക്കൊണ്ട് പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണുമ്പോൾ നമ്മളൊക്കെ പറയും, എന്ത് ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാൻ. മതം പറയാനും ആചാരങ്ങൾ ചെയ്യാനും അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും ഒന്ന് പള്ളിയിൽ ചെല്ലാനുമെല്ലാം ബുദ്ധിമുട്ടുന്ന, പലപ്പോഴും ഭക്ഷണത്തിന്റെ പേരിൽ തങ്ങളുടെ ഫ്രിഡ്ജിൽ മാംസം സംരക്ഷിച്ചു വെച്ചു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ വാർത്ത നമ്മൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഒന്നല്ല വായിക്കുന്നത്. നമ്മളെല്ലാം പോയിരുന്ന ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും പഞ്ചാബിന്റെയും എല്ലാം വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് കേരളം അതൊന്നും പിടിപെടാത്തൊരു നാടാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട് എന്നും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്ന നാടാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാലങ്ങളായി കൃത്യമായ രൂപത്തിൽ മാനവിക സൗഹാർദ്ദം നിലനിർത്തുവാനും മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനുമെല്ലാം നിരന്തരമായ ശ്രമം നടത്തുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളം വിട്ടുപോയാൽ തന്നെ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ ഭയപ്പെടുന്ന ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ ധാരാളം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവകാശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യത്തിലും നമ്മളെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തൊട്ടു മുൻപ് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അഭിമുഖീകരിച്ച് ഇനിയൊരു നിയമസഭാ ഇലക്ഷനിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെയും വൈകാരികമായ വർഗീയ പ്രസംഗങ്ങളുടെയും അല്ലെങ്കിൽ അത്തരമുള്ള പരാമർശങ്ങളുടെയും എല്ലാം ആധിക്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമുദായിക നേതാക്കളാണ് എന്ന് പറഞ്ഞ് തങ്ങളുടെ സംവരണവും തങ്ങളുടെ അവകാശങ്ങളും നേടിയെടുക്കാനാണ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന ആ മതേതരമായ കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിക്കുന്ന രൂപത്തിലാണ് ഓരോരുത്തരുടെയും പ്രകടനങ്ങൾ കടന്നു വരുന്നത്. കേരളത്തിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപായി ഹിജാബ് വിവാദം എന്ന പേരിൽ ഒരു വിവാദം കണ്ടത്. ഒരു മുസ്ലിം പെൺകുട്ടി തൻ്റെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അവളുടെ തട്ടം അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു എന്ന പേരിൽ അധ്യാപകർ അധ്യാപികമാർ അറിവ് നൽകേണ്ട വിദ്യാലയങ്ങളെല്ലാം ഒരു കുട്ടിയെ തൻ്റെ മതത്തിന്റെ വിശ്വാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഈ കേരളത്തിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കളുടെ തികച്ച മതവിദ്വേഷം പകർപ്പ് വരുത്തുന്ന വർത്തമാനങ്ങളും പരാമർശങ്ങളും നമ്മൾ വായിച്ചത്. ഓരോ ഇലക്ഷനുകൾ കടന്നു വരുമ്പോഴും വോട്ട് ബാങ്കിന്റെ പേരിൽ ഇത്തരത്തിൽ സാമുദായികമായ ഐക്യങ്ങളെ തകർത്തുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നാട്ടിൽ ജീവിക്കുമ്പോഴും ആ നാട്ടിലെ ഐക്യത്തെയും സമാധാനത്തെയും നിലനിർത്തുക എന്നത് നമ്മുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം എന്ന പദവും മുസ്ലിം എന്ന വിശ്വാസവും യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. സിൽമ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം ഉണ്ടായത്. സിൽമ് അഥവാ സമാധാനം. അവിടെ ഇസ്ലാം എന്നത് അഥവാ സലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ പേരിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു മതത്തെ ഇന്ന് പലപ്പോഴും ചിത്രീകരിക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ വർത്തമാനത്തോടു കൂടിയാണ്. ഞാനിത് പറയുമ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗോളതലത്തിൽ തന്നെ ലോകത്ത് മൊത്തത്തിൽ ഇത്തരം ഒരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല ലോക രാജ്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളാണ് എന്നും പുരോഗമന രാഷ്ട്രങ്ങളാണ് എന്നും പറയുന്ന സ്ഥലങ്ങളിൽ ഇന്ന് വിശ്വാസത്തിന്റെ പേരിൽ കടുത്ത അക്രമങ്ങൾ നേരിടുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെല്ലാം കുറച്ചു കാലങ്ങൾക്ക് മുൻപൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അവർ അങ്ങോട്ട് യാത്ര ചെയ്യാറുണ്ട്. യൂറോപ്പിലെയും അമേരിക്കയിലുമെല്ലാം പല നാടുകളിൽ അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് അത്തരം നാടുകളിലേക്ക് എന്നെല്ലാം പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മൊത്തം കാലാവസ്ഥ മാറിയിരിക്കുന്നു. അമേരിക്കൻ ഇലക്ഷൻ പോലെയുള്ള വലിയ ഇലക്ഷൻ പ്രചാരണങ്ങളടക്കം അവരുടെ പ്രധാനപ്പെട്ട ശത്രുവായി അവർ വെക്കുന്നത് ഇസ്ലാമിനെയാണ്. ലോകത്ത് മൊത്തം ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ഫലസ്തീനിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ. ഒരുപക്ഷെ നമ്മളൊക്കെ അത് മറന്നുപോയിട്ടുണ്ട്. പത്രമാധ്യമ വാർത്തകളുടെ തലക്കെട്ടുകൾ മാറുമ്പോൾ നമ്മളും അത്തരം വിഷയങ്ങളെല്ലാം മറക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അത്തരം വാർത്തകളെല്ലാം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ലോക രാഷ്ട്രങ്ങളുടെ ആഗോളതലത്തിലുള്ള ചർച്ചകൾ ഇന്ന് ഇസ്ലാമിന് നേരെ തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇത് പൊടുന്നനെ 2020 2025 അല്ലെങ്കിൽ കോവിഡ് അനന്തരമോ ഉണ്ടായ ഒരു വസ്തുവല്ല. മറിച്ച് കാലങ്ങളായി
ഇസ്ലാമിനെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട്, ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാമിക വിശ്വാസം എന്നത് തീവ്രവാദമാണ് എന്നും അത് ലോകത്ത് മൊത്തം പ്രശ്നമാണ് എന്നുമെല്ലാമുള്ള വാദം അത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. കഴിഞ്ഞ വർഷത്തിലാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു MP 30% കൂടുതൽ ഈ വിശ്വാസികൾ ഒരു നാട്ടിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ നാട് അപകടത്തിലാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എല്ലാം അടുത്ത സംസ്ഥാനമായിട്ടുള്ള ഒറീസയിലെയും അസാമിലെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇവിടെയുള്ള മുസ്ലിം വിശ്വാസികൾ പ്രശ്നക്കാരാണ് എന്ന് ഔദ്യോഗികമായി പരാമർശിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. എന്താണ് അവരെ ഇത്രത്തോളം അസ്വസ്ഥപ്പെടുത്താനുള്ള കാരണം? നമ്മൾ കൃത്യമായും തിരിച്ചറിയണം. സാമുവൽ P. ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ലോക പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞൻ 1990 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. ദ വെസ്റ്റ് യൂണിവേഴ്സലിസ്റ്റ് തിയറികൾ, അഥവാ ലോകത്ത് പാശ്ചാത്യ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ കൃത്യമായും എതിർപക്ഷത്ത് ഇസ്ലാമിനെ വെക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇവിടെ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക മേഖല എന്നത് പലപ്പോഴും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ പുറകിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു മ്യൂസിക്കിൻ്റെയും സിനിമകളുടെയും ഹോളിവുഡിൻ്റെയും എല്ലാം വലിയ ഇൻഡസ്ട്രികൾ കിടക്കുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം സ്വാർത്ഥമായ താല്പര്യങ്ങൾ, ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. ഏകദേശം ഓരോ വർഷവും ലോകത്ത് ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മാത്രം വിറ്റുവരവോട് കൂടി നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത് $500 ബില്യൺ ആണ്. $500 ബില്യൺ. അഥവാ 5 എന്നിട്ടിട്ട് 11 പൂജ്യം അപ്പുറത്തിട്ടാൽ എത്രയാണോ അത്രയും വലിയ സംഖ്യയുടെ കോടി ഡോളറുകൾ ഓരോ വർഷവും നമ്മുടെ എല്ലാം ഈ അടുത്ത് കിടക്കുന്ന കടകളിലെല്ലാം ലഭിക്കുന്ന കോസ്മെറ്റിക്കുകൾ, മേക്കപ്പ് അടക്കമുള്ള ഈ ലിപ്സ്റ്റിക് അടക്കമുള്ള കാര്യങ്ങൾ വിറ്റ് വരുമാനം നേടുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻഡസ്ട്രി അവിടെയുണ്ട്. എന്നാൽ മറുവശത്ത് ലോകത്ത് എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളോടെല്ലാം ഒരു ലാഘവത്തോടെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിന് മാത്രം കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നത് തീർച്ചയായും അവരെ ചൊടിപ്പിക്കുന്നൊരു വസ്തുതയാണ്. അവിടെ മറുവശത്ത് ഇത്തരത്തിലുള്ള മ്യൂസിക്കിൻ്റെയും ഫിലിമുകളുടെയും എല്ലാം വലിയ ഇൻഡസ്ട്രികൾ വർദ്ധിക്കുമ്പോൾ സഹോദരങ്ങൾ, നമ്മൾ കൃത്യമായും തിരിച്ചറിയണം, ലോകത്ത് നമ്മൾ മുൻപ് കാലത്ത് പാശ്ചാത്യ നാടുകളിൽ മാത്രം കണ്ടിരുന്ന DJ പാർട്ടികൾ, കോൺസേർട്ടുകളെല്ലാം ഇന്ന് കേരളക്കരയിലടക്കം സുലഭമായിരിക്കുന്നു. എത്രത്തോളം വെച്ചാൽ പാശ്ചാത്യ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്ന വലിയ DJ പാർട്ടികൾ ഒരു രാത്രി മുഴുവൻ സംഗീതത്തിന്റെ ലഹരിയിൽ അടിമപ്പെട്ട ആളുകൾ തുള്ളിച്ചാടുന്ന, നൃത്ത ചുവടുകൾ വെക്കുന്ന അത്തരത്തിലുള്ള ആഭാസത്തിന്റെ വേദികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായി മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പല ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ പല ആളുകളും അത്തരത്തിലുള്ള വലിയ പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ എല്ലാം സമീപ പ്രദേശങ്ങളിൽ, നമ്മുടെ പാലക്കാട് അങ്ങാടിയിൽ, നമ്മുടെ കൊച്ചിയിലും നമ്മുടെ തൃശ്ശൂരും മലപ്പുറത്തുമെല്ലാം അത്തരം ഇടങ്ങൾ സജീവമായിരിക്കുന്നു. അവിടെയും അവസാനിച്ചോ? ഇല്ല. നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം, നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലടക്കം അത്തരത്തിലുള്ള ആളുകളുടെ വലിയ പാർട്ടികളും വലിയ സംഗീത പരിപാടികളുമെല്ലാം ഇന്ന് സ്വാഭാവികമാണ് എന്ന് പറയുന്ന, അതൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? ഈ കാലത്ത് ഇപ്പോൾ അതൊക്കെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ കൃത്യമായും തിരിച്ചറിയണം, ഇതിനെ എതിർക്കാൻ, ഈ ഒരു മൂല്യച്യുതിയെ കൃത്യമായും തടയിടാൻ ലോകത്ത് ഇസ്ലാമിനല്ലാതെ മറ്റൊരാശയത്തിനും സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് സഹോദരൻ നമ്മൾ അങ്ങനെ പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ടാമതായി എടുക്കേണ്ട വിഷയം ലിബറലിസം എന്ന് പറയുന്ന പുതിയ കാലത്തിൽ വലിയ ആശയമാണ്. ഒരുപക്ഷെ ലിബറലിസം എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ലിബറലിസം എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ എല്ലാം വീടകങ്ങളിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾക്ക് ആ വിഷയം പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. സഹോദരങ്ങളെ, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ, ഞാൻ എടുക്കുന്ന നിലപാടുകളെ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ എല്ലാം നിശ്ചയിക്കുവാനും എനിക്കൊരു മതത്തിൻ്റെയോ ഒരാശയത്തിൻ്റെയോ ആവശ്യമില്ല എന്നും അതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തീരുമാനിക്കാമെന്നുമെല്ലാം പറയുന്ന ആശയത്തെയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലൈറ്റർ വേർഷൻ, ഏറ്റവും ലഘുവായ ഒരു വേർഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം പുതിയ കാലത്തെ തലമുറ നമ്മോട് പറയുന്ന, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, എന്നോട് ആരും സംസാരിക്കാൻ വരണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്കും എന്ന് പറയുന്ന വാദം. പലപ്പോഴും ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പല തിന്മകളെയും ഇന്ന് നമുക്ക് തടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ലഹരിയെക്കുറിച്ച് സംസാരിച്ചിരുന്ന അവസ്ഥയിലല്ല നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് മദ്യപിച്ച്
ലക്ക് കെട്ടൊരു മനുഷ്യന് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അയാളോട് പറയാം മദ്യം തിന്മയാണ് എന്ന്. പക്ഷെ പുതിയ കാലത്ത് ചോദിക്കുന്നു, മദ്യം തിന്മയൊക്കെയാണ്, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അത് ചെയ്താൽ നിനക്ക് എന്താണ് പ്രശ്നം എന്നാണ്. ഇതിനാണ് ലിബറലിസം എന്ന് പറയാം. ഞാൻ എൻ്റെ ചുണ്ടിൽ ചായം പുരട്ടിയാൽ ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റിക്കോ ഇവിടെ ഉസ്താദുമാർക്കോ അതിൽ ഇടപെടേണ്ട കാര്യം എന്താണ് എന്നാണ്. നിങ്ങൾ മാഷായാൽ മതി, എൻ്റെ വാപ്പയാവണ്ടെന്നാണ്. പലപ്പോഴും പുതുതലമുറ അങ്ങനെയെല്ലാം പറയാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിനെതിരെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ ഈ തിന്മകളൊന്നും മുൻപ് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല പറയുന്നത്. മദ്യമടക്കം ലഹരി അടക്കമുള്ള അവിഹിതങ്ങളും പലിശയും ചൂതാട്ടവും ഒന്നും മുൻപ് കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന വാദം നമുക്ക് ആർക്കുമില്ല. പക്ഷേ മുൻപ് അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മുൻപ് ഒരു 50 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് മദ്യം തിന്മയാണ് എന്ന് പറയുമ്പോൾ, കഞ്ചാവ് അപകടമാണ് എന്ന് പറയുമ്പോൾ, MDMA ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെയൊന്നും ന്യായീകരിക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കൾ എത്രത്തോളം ആ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളെല്ലാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അതിനെയെല്ലാം ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഞ്ചാവ് ഉപയോഗിച്ച എന്താ പ്രശ്നം, അതിന് കുറെ ആരോഗ്യ ഗുണങ്ങളില്ലേ, MDMA ഉപയോഗിച്ച എന്താ പ്രശ്നം, അതൊക്കെ പുതുതലമുറ ആസ്വദിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നു. അവിഹിതങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, സ്വന്തം ഭാര്യക്കപ്പുറത്ത് ലൈംഗികമായ ബന്ധത്തിൽ മറ്റൊരാൾ ഏർപ്പെടുകയാണെങ്കിൽ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്നും അതിന് കൺസെന്റ്, പരസ്പരമുള്ള സമ്മതം മാത്രം മതി എന്നും ന്യായീകരിക്കുന്ന ആളുകൾ ഇന്ന് സുലഭമായി ഓൺലൈൻ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം ചുവടുകൾ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം DJ പാർട്ടികളും കൺസേർട്ടുകളും എല്ലാം നടക്കുന്നത്. അതല്ലാതെ ഒരു മതത്തിന്റെയും അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു നല്ല ആശയത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഇതൊന്നും ന്യായീകരിക്കപ്പെടുന്നത്. തീർച്ചയായും ഇവിടെയാണ് നമ്മൾ പറയുന്നത് ലിബറലിസം എന്ന് പറയുന്ന ഈ ആശയം നാടിന് അപകടമാണ്. അത് ഒരു മതത്തിന്റെയോ ഒരാശയത്തിന്റെയോ ഒരു സംഘടനയുടെ പരിധിക്കപ്പുറത്തേക്ക് നാടിന് മുഴുവൻ അപകടം സംഭവിക്കുന്ന രീതിയിൽ അത് മാറുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ വിവരിക്കുന്നുണ്ട് സ്വഹാബാക്കൾക്ക്. തൻ്റെ അനുചരന്മാരോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, 2 നിലയുള്ള ഒരു കപ്പലിൽ മുകളിലത്തെ നിലയിലെ കുറേ ആളുകളുണ്ട്, താഴത്തെ നിലയിലും കുറേ ആളുകളുണ്ട്. അങ്ങനെ താഴെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലെ നിലയിൽ വന്ന് വെള്ളം കോരണം. അപ്പൊ അവർ താഴെയുള്ള നിലയിൽ തട്ടിലുള്ള ആളുകൾക്ക് തീരുമാനിച്ചു കപ്പലിൽ ചെറിയൊരു തുളയിടാം. അങ്ങനെ ഒരു ദ്വാരം ഇട്ടാല് അവിടെ തന്നെ വെള്ളം സുഖമായിട്ട് എടുക്കാലോ. തികഞ്ഞ മണ്ടത്തരമാണെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ആ ഒരു വലിയ അബദ്ധം അവർ ചെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ ആളുകൾ പറയാണ്, അതൊക്കെ താഴെയുള്ള ആളുകൾ ചെയ്യണതല്ലേ, അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ, അത് അവരെ ഇഷ്ടമല്ലേ, അവരും ഈ കപ്പലിലല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് അവർ മൗനം പാലിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ സമൂഹം മുഴുവൻ, ആ കപ്പൽ മുഴുവൻ മുങ്ങിപ്പോവും. അവിടെ മുകളിൽ തട്ടിലുള്ള ആളുകൾ അത് ചെയ്തില്ല എന്ന് ആ കപ്പലിന് വിചാരിക്കാൻ സാധിക്കില്ല. ഇതുപോലെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കാർക്കും കൈകെട്ടി നോക്കിയിരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ പലപ്പോഴും പുതിയ കാലത്ത് രക്ഷിതാക്കളടക്കമുള്ള രക്ഷാകർതൃ സമൂഹം മൗനം പാലിക്കുന്ന അവസ്ഥ, പലപ്പോഴും രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു മുതിർന്ന തലമുറ ഇതിനെയെല്ലാം വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾ പല അധാർമിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോൾ അതൊക്കെ പുതിയ കാലമല്ലേ, ഇപ്പോഴത്തെ കുട്ടികളല്ലെന്നെല്ലാം പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ധാരാളമായി ഓരോ വീടകങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മതപരമായ കൃത്യമായ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമെല്ലാം വഴിതെറ്റിപ്പോകുന്ന, അതല്ലെങ്കിൽ അതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, ലോകത്താകമാനം നടക്കുന്ന വാർത്തകളെല്ലാം നമ്മോട് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ജീവിതം വളരെ ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ, മരണം വരെയും ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതം അനിവാര്യമാണ് എന്നതാണ്. എത്രത്തോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിപ്പുറമാണ് ലോകത്ത് മൊത്തത്തിൽ ആഗോള നേതാക്കളെയും ആഗോള രാഷ്ട്രങ്ങളെയും മുഴുവൻ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ അമേരിക്കയിലെ ഒരു വ്യവസായിയുടെ സ്വകാര്യ സംഭാഷണങ്ങളടക്കം പുറത്തു വന്നത്. ജെഫറി എപ്സ്റ്റീൻ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹം നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിത ക്രമങ്ങളുമെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ലോകത്തുമെല്ലാം വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ആ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ലോകത്ത് ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന വലിയ വലിയ നേതാക്കളും ആരാധനാപാത്രങ്ങളും പലപ്പോഴും കേരളത്തിലടക്കമുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ പുരോഗമിച്ച ഏതോ നാടാണ് എന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും അതേപടി നടക്കണമെന്നുമൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇന്ന് പണ്ട് കാലത്തെ പോലെയല്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു വ്യക്തി ബസ്സിലെ ഒരു
വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ മാനം കളഞ്ഞു എന്ന പേരിൽ ആത്മഹത്യ ചെയ്തത്. ആ വാർത്ത വായിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഗമന ജീവികളും വലിയ രീതിയിൽ പുരോഗമനം പറഞ്ഞ ആളുകളൊക്കെ എഴുന്നേറ്റ് വന്നു. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ? ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞു വെച്ച കൃത്യമായ നിർദ്ദേശങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോയ സമൂഹം അത് അനുഭവിച്ച് വിരൽ കടിച്ച് മാത്രമേ അതിൽ നിന്നും മടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെയും അവിഹിതങ്ങളുടെയും എല്ലാം വാർത്തകൾ വായിക്കുമ്പോൾ ഇസ്ലാം വെച്ച സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അതിർവരമ്പുകൾ അത് ഭേദിച്ച് കടന്ന ആളുകൾ അനുഭവിക്കുന്ന കൃത്യമായ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വലിയ കോലിളക്കം സൃഷ്ടിച്ച എപ്സ്റ്റീൻ ഫയൽസ് എന്ന ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ കാണുന്നൊരു വസ്തുത, ലോകത്താകമാനമുള്ള വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളും വലിയ വ്യാവസായിക പ്രമുഖരുമെല്ലാം ആ വിഷയത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് വിഷയം? ലൈംഗികമായ അതിക്രമങ്ങളാണ്, സാമ്പത്തികമായ തട്ടിപ്പുകളാണ്, വ്യവസായത്തിന്റെ പേരിൽ നടത്തിയ ചൂതാട്ടങ്ങളാണ്. ഇത്തരം വലിയ അധാർമിക പ്രവർത്തനങ്ങൾ കാലങ്ങളായി നടത്തിപ്പോന്നിട്ടും അവർ ഇന്നാണ് പിടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ, അതിൽ തന്നെയും പല ആളുകളും ഇന്നും സുരക്ഷിതമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് വെക്കുന്ന നീതിബോധം എന്ന് പറയുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ജീവിത കാഴ്ചപ്പാട് എന്നത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടതാണ്. മുൻപ് കാലത്ത് എന്ന ഖുർആനിന്റെ വാക്യം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ഇസ്ലാമിന്റെ വിശ്വാസം, അത് പറയുമ്പോൾ ആളുകൾക്കൊക്കെ തമാശയിരുന്നു. അതെങ്ങനെ ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെയാണ് ഇപ്പോൾ എഴുതി വെക്കുക? എങ്ങനെ ഇപ്പോൾ എഴുതി വെക്കുക? സഹോദരങ്ങളെ, ഇന്നും ഇന്നലെയും പുറത്തു വന്ന ഇത്തരം വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. 3-4 മില്യൺ പേജുകൾ അടങ്ങുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ കണക്കുകൾ പുറത്തു വരുന്നത്, CCTV വിഷ്വലുകൾ പുറത്തു വരുന്നത്. ഇന്ന് കോടിക്കണക്കിന് ഡാറ്റകൾ സംഭരിക്കാൻ ചെറിയൊരു പെൻഡ്രൈവിന്റെ മാത്രം ആവശ്യമുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അള്ളാഹു സൂക്ഷിച്ച് കാണുന്നുണ്ട് എന്നും അള്ളാഹു ബസീറാണ് എന്നും അവൻ ഒരു കാര്യവും രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്നും ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഇസ്ലാമിക വിശ്വാസം കൃത്യമായും പുലരുന്ന, ഒരു മനുഷ്യന് നേർക്കാഴ്ച കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും മതപരമായ ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പ്രാകൃതമാണ് എന്ന് പറയുന്ന, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ വിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി മതം പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ പുതിയ കാലത്ത് ഈ ലിബറൽ ആശയങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, മൊബൈൽ ഫോൺ അഡിക്ഷനുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ, അവർ കാണുന്ന ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും സ്നാപ്ചാറ്റിലെയും ടിക്ടോക്കിലെയും എല്ലാം കാഴ്ചകൾ അശ്ലീലതകളായി മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് തടയിടാൻ സാധിക്കുക എന്നത് മതപരമായ ഒരു ബാധ്യത കൂടിയാണ് എന്ന് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളണം. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബറലിസത്തിന്റെയും ഫാഷിസത്തിന്റെയും എല്ലാം കൃത്യമായ ഒരു പ്രതിരോധമായിക്കൊണ്ട് ഈ വലിയ തിന്മകൾ ഒഴുകുന്ന കാലത്ത് നന്മകളുടെ ഒരു അണക്കെട്ട് തീർക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുന്നത്. തീർച്ചയായും എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെന്ന ഈ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. സഹോദരങ്ങളെ, പുതിയ കാലത്തെ ആശയങ്ങൾ നമ്മൾ അറിയണം. നമ്മുടെ മക്കൾ കാണുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. ഒരിക്കലും അത് പുതിയ തലമുറയല്ലേ, അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറയാൻ ഒരു ന്യായീകരണം നമുക്കില്ല. LGBTQIA+ എന്ന് പറയുന്ന ഒരാശയം, സ്വവർഗ ലൈംഗികത അടക്കമുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹത്തെ മുഴുവൻ അള്ളാഹു ശിക്ഷിച്ച, അതിനുശേഷം ഇസ്ലാം ശക്തിമുക്തം എതിർത്തിരുന്ന ഒരു വലിയ തിന്മ, തീർത്തും അശ്ലീലങ്ങൾ നിറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തെ ഇന്ന് നമ്മൾ പണ്ട് യൂറോപ്യൻ പരിസരങ്ങളിൽ മാത്രം കണ്ടിരുന്നിടത്ത് നിന്ന് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് അത് എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലടക്കം, നമ്മുടെ പാലക്കാട് അങ്ങാടിയിലടക്കം, നമ്മുടെ ഒറ്റപ്പാലത്തെ കോളേജുകളിലടക്കം അത്തരം മൂവ്മെന്റുകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ കുട്ടികൾ കയറി ചെല്ലുന്ന വിദ്യാലയങ്ങളിൽ അവർ പഠിക്കുന്ന സ്കൂൾ പാഠപുസ്തകത്തിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വരെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നും, എനിക്കൊരു പെൺകുട്ടിയെ അല്ല കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരാണിനും കല്യാണം കഴിക്കാമെന്നും പെണ്ണിനും വിവാഹം കഴിക്കാമെന്നും എല്ലാം ന്യായീകരിക്കുന്ന അവസ്ഥ, അതിന്ന് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലല്ല, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലാണ്. അവിടെയും അവസാനിച്ചോ? ഇല്ല. കേരളത്തിലടക്കം നമ്മുടെ വീടകങ്ങളിൽ ടെലിവിഷൻ ഓണാക്കി വെച്ചുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ കാണുമ്പോൾ ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം ചേർന്നിരുന്ന് കാണുന്ന ഇത്തരം വിഷ്വലുകളിൽ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നു. ഈ ന്യായീകരണങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും ഇവിടെ അവസാനിക്കില്ല. ഒരു 5-10 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അമേരിക്കയുടെയും യൂറോപ്യൻ പരിസരങ്ങളിൽ നമ്മൾ കണ്ട അപകടകരമായ കാഴ്ചകൾ നമ്മൾ കാണും. കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ എയ്ഡ്സിന്റെയും HIV-യുടെയും
സാങ്കല്പികമായി നടക്കുന്ന ഇത്തരത്തിലുള്ള അവിഹിത കൂട്ടുകെട്ടുകളുടെ പേരിൽ മാത്രം ലൈംഗിക ബന്ധങ്ങൾ വിവാഹത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടകരമായ അത്തരം പകർച്ചവ്യാധികൾ കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു എന്ന വാർത്ത വായിക്കുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഭയപ്പെടണം. അടുത്തൊരാഴ്ചയിലാണ് നമ്മുടെ മക്കളുടെ എല്ലാം ക്യാമ്പസുകളിൽ വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ പോണത്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ്. കഴിഞ്ഞ മുൻപ് കാലത്തൊക്കെ നമ്മൾ ഇത് മറ്റ് ഏതൊക്കെയോ കുട്ടികളിൽ മാത്രം കണ്ടിരുന്നിടത്ത് നിന്ന് മുസ്ലിം നാമധാരികളടക്കം മുസ്ലിം വീടുകളിലടക്കം പ്രണയ വിവാഹങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. അന്യമതത്തിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചാലും അതൊക്കെ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഭാഗമാണെന്ന് പറയുന്നിടത്ത് വിശ്വാസം പടയം വെക്കാതെ മുറുകെ പിടിക്കുവാനും എന്നാൽ അതിനപ്പുറത്തേക്ക് മാനവിക സൗഹാർദ്ദത്തെ കൃത്യമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. വാലന്റൈൻസ് ദിനം എന്ന പേരിൽ നമ്മുടെ നാട്ടിലെല്ലാം കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൃത്യമായ ആഭാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇന്ന് മുൻപൊക്കെ നമ്മൾ ലോഡ്ജ് സംവിധാനങ്ങൾ, റൂം എടുത്ത് ഒരു വ്യക്തി താമസിക്കുന്ന ലോഡ്ജ് സംവിധാനങ്ങൾ, അതിനൊക്കെ കൃത്യമായ ചില നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ള റൂമുകൾ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാലന്റൈൻസ് ദിനത്തിന്റെയും എല്ലാം പേരിൽ നമ്മുടെ നാട്ടിൽ 18 വയസ്സിന് താഴെയുള്ള മക്കൾക്കടക്കം മണിക്കൂറുകളുടെ പേരിൽ റൂമുകളും ലോഡ്ജുകളും വിൽക്കുന്നത് എന്ത് വൃത്തികേടുകളുടെ പേരിലാണെങ്കിലും ഇവിടെയുള്ള ഒരു മുതിർന്ന തലമുറ കണ്ണടച്ചു നിന്നാൽ, നമ്മൾ മൗനം പാലിച്ചാൽ, ഇത്തരത്തിൽ മതം പറയാൻ ഭയന്നാൽ, നമുക്ക് നമ്മുടെ ആദർശം വ്യക്തമായി നിലപാട് ഉറപ്പിക്കാൻ സാധിക്കാതിരുന്നാൽ നമ്മൾ നമ്മുടെ വീടുകളിലടക്കം അത് അനുഭവിക്കേണ്ട സാഹചര്യം വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, വലിയ ഉത്തരവാദിത്തമാണ് തസ്ഫിയ ആദർശ സംഗമത്തിലൂടെ നമ്മൾ നടത്തിപ്പോരുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ നമ്മൾ വ്യത്യസ്തമായ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ലിബറലിസത്തിന്റെ പേരിൽ ഈ LGBTQIA+ എന്ന പേരിൽ ജെൻഡർ തിയറി എന്ന് പറഞ്ഞ് ആണിനെയും പെണ്ണിനെയും അതിർവരമ്പുകളില്ലാതെ കൂട്ടിയിണക്കുന്ന, വിവാഹത്തിന് പുറത്ത് അവിഹിത ബന്ധങ്ങൾ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ, ലൈംഗികമായ കൃത്യമായ വൈകൃതങ്ങൾ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയ വിചാരണ എന്ന പേരിൽ തെരുവിൽ ഇത്തരം ആളുകളെ വിചാരണ ചെയ്തതാണ്. അതിനുശേഷം ആദർശ വിഷയങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിക്കുമ്പോൾ ആ നാടുകളിൽ തന്നെ ചെന്ന് അവരുടെ ആദർശ പ്രശ്നങ്ങളെ, അവരുടെ മൂല്യച്യുതികളെ കൃത്യമായും ചോദ്യം ചെയ്തവരാണ്. ഇന്ന് ഫാഷിസം അതിന്റെ പത്തിവിടത്തിൽ നിൽക്കുമ്പോൾ ഓരോ അങ്ങാടികളിലും മതം പറയാൻ ഉത്തരേന്ത്യൻ സംസ്കാരങ്ങളെ പോലെ ഭയക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ താടിയും തലപ്പാവും ഹിജാബും എല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക്, അതൊക്കെ അയാളുടെ മതം അളക്കുന്ന അവസ്ഥയിലേക്കും അത് വെച്ചുകൊണ്ട് അയാളുടെ മൂല്യത്തെ അളക്കുന്ന കാലത്ത് മതം പ്രാകൃതമാണ് എന്നും 6-ാം നൂറ്റാണ്ട് ആണ് എന്നും പറയുമ്പോൾ നമ്മൾ ഓരോ നാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മതവർഗീയതയുടെയും മതവിദ്വേഷങ്ങളും പരത്തുന്ന ആളുകൾക്കിടയിൽ മാനവിക സൗഹാർദ്ദത്തെ പറയുകയും എന്നാൽ ആദർശത്തെ പണയം വെക്കാതെ മതലയനമല്ല പരിഹാരം എന്ന കൃത്യമായ ആശയത്തിൽ നിന്നുകൊണ്ട്, സ്വന്തം ആശയത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ ഒരിക്കലും പണയം വെക്കാതെ മറ്റുള്ള മതസ്ഥരുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന വിശ്വാസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ. അതുകൊണ്ട് ഈ കൂട്ടായ്മകൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സുകൾ കൃത്യമായ കാലഘട്ടത്തിന്റെ വലിയ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉത്തരവാദിത്ത നിർവഹണം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഇത്തരം പ്രഭാഷണങ്ങൾക്കും ഇത്തരം സംഗമങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ വീടകങ്ങളിൽ കൃത്യമായ രക്ഷാകർത്തൃത്വം ആരംഭിക്കാൻ, നമ്മുടെ മക്കളുടെ അധാർമികമായ ഏത് ചെറിയ പ്രശ്നങ്ങളെയും കൃത്യമായി നേരിടാൻ, അവർക്ക് മതം കൃത്യമായി പഠിപ്പിച്ചു നൽകാൻ, ആദർശബോധത്തോടു കൂടി അവരെ വളർത്തി വലുതാക്കുമ്പോഴെല്ലാമുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ട് എന്ന കൃത്യമായ ഒരു ആശയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും ഈ വിഷയത്തിൽ കൃത്യമായി മുന്നോട്ട് പോകുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും നാളെ മരണം വരെയും ഈ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പുതുതലമുറയെ അള്ളാഹു ധാർമ്മിക ബോധത്തിൽ ഉറച്ചു നിർത്തുമാറാവട്ടെ. അവർക്ക് കൃത്യമായി മുന്നോട്ട് പോകുന്ന നാളെ ഈ സമുദായത്തിനും ഈ സമൂഹത്തിനുമെല്ലാം മാർഗം ദിശ നൽകി മുന്നോട്ട് പോകുന്ന നേതാക്കളായി അവരെ എല്ലാവരെയും അള്ളാഹു പരിവർത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.